ആ നീ ഈടെ ഇരിക്കുവേന്ന് പെട്ടെന്ന് റെഡി ആയിക്കോ, നമുക്കൊരു സിനിമക്ക് പോവാം. സിനിമക്കാ? ഏത് സിനിമയേട്ടാ? ഹിന്ദിയാ തമിഴാ? മലയാളം. ഇന്ന് റിലീസായതേയുള്ളൂ. അല്ല അമ്മ എടുത്തു. അമ്മ എടുത്തന്നെ ഉണ്ട് മോനെ. ആ അമ്മ എപ്പോൾ നോക്കിയാലും അടുക്കളയിലാന്നല്ല. ജിഷേ നിനക്കൊന്ന് അമ്മേനെ പോയി സഹായിച്ചൂടെ? അത് പിന്നെ ഞാൻ ഇത്രയേരം അടുക്കളയിൽ തന്നെ ഉണ്ടായിനി. ഇപ്പം ഇവിടെ ഒന്ന് വന്നിരുന്നിനി. അത് മോനെ, മോൾ ഇത്രയേരം എന്നെ സഹായിക്കുന്ന തന്നെ ഉണ്ടായിനി. ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേനെ. ആ അമ്മേ സിനിമക്ക് ബുക്കാക്കിയിട്ടുണ്ട്, പെട്ടെന്ന് റെഡി ആയിക്കോട്ടാ. ഞാൻ വേഗം ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അമ്മയൊന്ന് അവിടെ നിന്നേ. അല്ല, ഈ ഭാര്യ ഭർത്താക്കന്മാരെല്ലാം ഒരുമിച്ച് ഇങ്ങനെ പോകുമ്പോൾ വാല് പോലെ ഇങ്ങനെ കൂടെ വരുന്നത് അത്ര ശരിയായ ഏർപ്പാടൊന്നും അല്ല. ആ മക്കളെ കല്യാണം കഴിപ്പിച്ച് അയച്ചാലേ അവരവരെ പാടിന് വിടണം. അല്ലാണ്ട് ഇതൊരുമാതിരി. ആ അമ്മ ഇവിടെ നിൽക്കുവേന്ന്, പെട്ടെന്ന് പോയി റെഡിയാവുമ്മേ. അമ്മ വരുന്നില്ല മോനെ, എൻ്റെ മക്കൾ പോയിട്ട് വന്നാൽ മതി. വരുന്നില്ലാന്നാ? എന്തു പറ്റി? അല്ലെങ്കിൽ എന്നെക്കാളും നേരത്തെ റെഡിയാവുന്ന ആളാന്നല്ല. അതൊന്നുമില്ല മോനെ, ചെറിയൊരു തലവേദന. തലവേദനയാ? നമുക്കിന്ന് ഡോക്ടറെ കാണിച്ചിട്ട് വന്നാലോ? അതിന് മാത്രമൊന്നും ഇല്ല മോനെ, എൻ്റെ മക്കൾ പോയിട്ട് വാ. എന്നാ പിന്നെ നമുക്ക് വേറെ ദിവസം പോവാമേ സിനിമക്ക്. അയ്യോ മോനെ, ഓൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും. എൻ്റെ മോൻ മോളെയും കൂട്ടി പോയിട്ട് വാ. അമ്മ ഒന്ന് കുറച്ച് സമയം കിടക്കട്ടെ. ഏട്ടാ, ഞാൻ റെഡിയായേ. ആ മോളെ, അമ്മ അമ്പലത്തിൽ പോയതാന്ന്. ഇന്ന് മോൻ്റെ പിറന്നാളല്ലേ. ഇന്നാട്ടെൻ്റെ പിറന്നാൾ. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങായിരുന്നു. ഞാനെന്നാ അടുക്കളയിലേക്ക് ചെല്ലാം. ഇന്ന് മോന് ഇഷ്ടമുള്ള എല്ലാ കറിയും ഉണ്ടാക്കി കൊടുക്കണം. പിറന്നാൾ ദിവസം എത്ര തിരക്കുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഉരുള ചോറ് വാങ്ങി കഴിക്കലുണ്ട് അവൻ. ഓഹോ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത്തവണത്തെ പിറന്നാളിനായിട്ട് നിന്ന് ഭക്ഷണം കഴിക്കുന്ന എനിക്കൊന്ന് കാണണം. ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. ഏട്ടാ ഏട്ടാ ഏട്ടാ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓ ഇന്നെൻ്റെ പിറന്നാളാണല്ലേ. ഞാനതങ്ങ് മറന്നു. എപ്പോൾ അമ്മയാന്ന് ഓർമ്മിപ്പിക്കല്. അല്ല അമ്മ രാവിലെ അമ്പലത്തിൽ പോയിട്ടുണ്ടാവല്ല, പോയിട്ട് വന്നുവാ? ആ അമ്മയിൽ നേരത്തെ വന്നു. എത്ര സമയമായി നാട്ടിൻ്റെ വിചാരം? വേഗം എണീച്ച് ഫ്രഷായേ. ഏട്ടാ, ഇന്നെന്തായാലും ഓഫീസിൽ പോകണ്ട ഏട്ടാ. നമുക്കൊന്ന് പുറത്തെല്ലാം പോയാലോ? എനിക്ക് കുറച്ച് സാധനമെല്ലാം വാങ്ങിക്കാനുണ്ട്. ഇന്നാ? ഇന്ന്
ഉച്ചക്ക് എന്തായാലും വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കണം. അതിന് മുന്നേ തിരിച്ചു വരാൻ പറ്റില്ലേ? ആ അതല്ലെത്താ, കുഴപ്പമില്ല. കുറച്ച് സാധനമേ ഇല്ലൂ, പെട്ടെന്ന് പോയിട്ട് വരാം. ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്, വൈകിക്കണ്ട. ഞാൻ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഉച്ചക്ക് നിങ്ങളുടെ അടുത്ത് ഭക്ഷണം കഴിക്കുന്ന എനിക്കൊന്ന് കാണണം. അമ്മേ, മോൻ വന്നു. കുറച്ച് വൈകിട്ട് പോയല്ലേ, അതൊന്നും സാരില്ല. രണ്ടാളും കൈ കഴുകിയിട്ട് വാ, അമ്മ ചോറ് വിളമ്പി വെക്കാലാ. അതിന് ഭക്ഷണം ഒന്നും എടുത്തു വെക്കണ്ടേ, നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്നേ. അപ്പം അമ്മ ഇതൊരു ഭക്ഷണം കഴിച്ചിട്ടേ? ഇല്ല മോനെ, ഇന്നത്തെ ദിവസം നമ്മൾ ഒരുമിച്ചിരുന്നിട്ടല്ലേ ഭക്ഷണം കഴിക്കല്. അതിന് നമുക്ക് സങ്കടമൊന്നുമില്ല. എൻ്റെ മോൻ ചെല്ല്. അമ്മേ, അമ്മ എന്നോട് ക്ഷമിക്കമ്മേ. അമ്മ ചോറെടുത്ത് വെച്ചേ. ഇനി എത്ര ഭക്ഷണം കഴിച്ചാലും അമ്മയുടെ കൈ കൊണ്ട് ഒരു ഉരുള വാങ്ങി കഴിക്കേണ്ട സ്ഥലം എപ്പോൾ ഈ വയറിനുണ്ടാവും. അമ്മ ചോറെടുത്ത് വെക്കും.